സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ സാധ്യത. വടക്കൻ കേരളത്തിലെ ജില്ലകൾ ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും ഒടുവിൽ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് നേരത്തെ ഉച്ചയ്ക്ക് നൽകിയ, അതായത് 1 മണിക്ക് തന്ന മഴ മുന്നറിയിപ്പുകൾ പുതുക്കിയിട്ടുണ്ട്. അതിൽ വടക്കൻ കേരളത്തിലെ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ആ റെഡ് അലർട്ടുകൾ പിൻവലിച്ചിരിക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അപ്പോഴും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും ശക്തമായ മഴ അങ്ങനെ തുടർന്ന് തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത 9 ജില്ലകൾക്ക് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നാളെ മറ്റന്നാൾ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രവചനമുണ്ട്. പ്രത്യേകിച്ച് നാളെ അതിതീവ്ര മഴ തുടരും വടക്കൻ കേരളത്തിൽ. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ മുന്നറിയിപ്പും നാളെ നൽകിയിട്ടുണ്ട്. മറ്റന്നാളും സമാനമായി റെഡ്, ഓറഞ്ച്, യെല്ലോ മുന്നറിയിപ്പുകൾ സംസ്ഥാനത്തെ 14 ജില്ലകളിലും നൽകിയിട്ടുണ്ട്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി മഴ ലഭിക്കുന്ന ഈ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതുമാത്രമല്ല, തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലാകട്ടെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും ഏതാണ്ട് 3.1 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ സമാനമായ ജാഗ്രതാ മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾക്കെന്നാണ് മുന്നറിയിപ്പ്.